وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله ഊസിക്കും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാനും മരണാനന്തര ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റമദാൻ വിട പറഞ്ഞിട്ട് ഇന്ന് 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതും ഒന്ന് കരുതിയിരിക്കേണ്ടതുമാണ്. ഒന്നാമത്തത്, നമ്മുടെ അമലുകൾ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയും ആ അമലുകളെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന പുനർവിചിന്തനവുമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഖബൂലുൽ ഹസൻ മിൻ അലാമാത്തിൽ ഖുബൂൽ അൽ ഹസനത്തു അൽ ഹസനത്തി ബഅദഹ. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു, നമ്മൾ രാത്രി നിസ്കരിച്ചവരാണ്, നോമ്പെടുത്തവരാണ്, ദാനധർമ്മങ്ങൾ ഉള്ളതിൽ നിന്ന് കൊടുത്തവരാണ്, ഇഅ്തികാഫ് പള്ളിയിൽ വന്നിരുന്ന് ഉറക്കമൊഴിച്ച് റബ്ബിന് വേണ്ടി ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും ചെയ്തവരാണ്. ഈ നന്മകൾ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ഒന്നാമതുണ്ടാകേണ്ടത്. അതിൻ്റെ അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, അലാമാത്തുൽ ഖുബൂലിൽ ഹസനി അൽ ഹസനതു ബഅദഹ. ആ നന്മകൾക്ക് ശേഷം വീണ്ടും നന്മകൾ ചെയ്യാനുള്ള തൗഫീക്കും ഉദവിയും ലഭിച്ചവർക്കാണ് ആ നന്മകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അത് നമ്മളൊന്ന് പരിശോധിക്കാം. നമ്മളെ സുബഹി നിസ്കാരത്തിൻ്റെ കണിശത ഇപ്പോൾ നിലവിലുണ്ടോ? ജമാഅത്ത് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ നമ്മൾ റമളാനിൽ ശ്രദ്ധിച്ചതുപോലെ ഫർളായ നിസ്കാരത്തിലെങ്കിലും ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് കഴിയുന്നുണ്ട് എന്നാണ് നമ്മുടെ മനസ്സ് നമ്മോട് ഉത്തരം പറയുന്നതെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. രണ്ടാമത്തത് കരുതിയിരിക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഉപമകളിലൂടെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റമളാനിൽ നമുക്ക് നോമ്പെടുക്കാൻ സാധിച്ചു, അനുവദിക്കപ്പെട്ടതുപോലും മാറ്റി നിർത്താൻ നമ്മൾ മനസ്സു കാണിച്ചു. രാത്രി നിസ്കാരങ്ങൾക്ക് നമ്മുടെ കമ്പോളങ്ങൾ അടച്ച് നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ച് രാത്രി നിസ്കാരത്തിന് നമ്മൾ സജീവരായി. ഉറക്കം പോലും മാറ്റിവെച്ച് ഇഅ്തികാഫിലിരുന്നു. ആ നന്മകൾക്ക് ചെയ്യാൻ ഉദവി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ്. അതിനപ്പുറം അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ സഹായം നമുക്കുണ്ടായി. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ ഹദീസിലൂടെ പറഞ്ഞതിൽ ഒരു ഭാഗം, വസുഫിദത്തി ശയാത്തീൻ. പിശാചുക്കളെ ഈ റമളാൻ മാസത്തിൽ കെട്ടിയിട്ടിരുന്നു. അല്ലേ? പിശാചുക്കളാണ് നമ്മുടെ നന്മയിൽ നിന്നും തടയുന്നത്. ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്, ബാങ്ക് വിളിച്ചിട്ടല്ലേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൂടി ഉറങ്ങിയിട്ട് സുബഹിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം സുബഹിന്റെ ജമാഅത്ത് പോലും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പിശാചാണ്.
ആ പിശാചുക്കളെ കെട്ടിയിട്ടിരുന്നു കഴിഞ്ഞൊരു മാസം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഉപമിച്ച് നൽകുന്നത്, നിങ്ങൾ ആ പിശാചുക്കളെ കരുതിയിരിക്കണം. നന്മകളെമ്പാടും ചെയ്യാൻ റമദാനിൽ കഴിഞ്ഞു, ഇനിയും ആ നന്മകളെ തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ റമദാൻ കഴിഞ്ഞതോടുകൂടി എല്ലാം അവസാനിക്കുന്നിടത്തേക്ക് നമ്മുടെ തീരുമാനങ്ങളും നിലപാടുകളും പ്രവർത്തനങ്ങളും മാറാൻ പാടില്ല. അതിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയണേ, വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാത. ഒരു പെണ്ണ് രാവിലെ മുതൽ അധ്വാനിച്ച് നൂലുകൾ കോർത്ത് ശക്തമായ ഒരു കയറുണ്ടാക്കിയിട്ട് വൈകുന്നേരമായപ്പോൾ അതെല്ലാം ഇങ്ങനെ പിരിച്ചു കളയുന്ന, ആ അധ്വാനിച്ച അധ്വാനങ്ങൾ മൊത്തം ഇല്ലാതാക്കി കളയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പെണ്ണിനെ പോലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനെ പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, ഒരു മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾക്കുള്ള ഉദവിക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സഹായമായിക്കൊണ്ട് പിശാചുക്കളെ കെട്ടിയിട്ടിരുന്നു. ആ പിശാചുക്കൾ തുറന്നു വിട്ടിരിക്കുകയാണ്, തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ പിശാചുക്കൾക്ക് യഥേഷ്ടം നമ്മളെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കുള്ള അവസരങ്ങൾ തുറന്നു കൊടുത്തിരിക്കാൻ. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്, യാ ബനി ആദമ, യാ ബനി ആദം, ആദം സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. അത് ഏറ്റവും നല്ല ഉപമയിലൂടെയാണ് അല്ലാഹു ഈ കാര്യം പറഞ്ഞു നൽകുന്നത്. നിങ്ങളുടെ പിതാക്കൾ, പിതാവും മാതാവും ആരാ? ആദമും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. എങ്ങനെ പുറത്താക്കിയത്? പിശാച് പ്രത്യക്ഷമായി വന്നിട്ട് ആ പിശാച് മോശപ്പെട്ട കാര്യങ്ങളിലൂടെയാണോ പുറത്താക്കിയത്? ഏറ്റവും നല്ല നാസിഹുൻ അമീൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉപദേഷ്ടാവാണ്, നിങ്ങൾക്ക് നല്ലത് മാത്രം പറഞ്ഞുതരാൻ വരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിശാച് വന്ന ആദം അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വരുന്നത്. എന്നിട്ട് ആ പഴം കഴിക്കാൻ പറയുന്നു. അല്ലാഹ് അടുക്കരുതേ എന്ന് പറഞ്ഞ പഴത്തിലേക്ക് അടുപ്പിക്കാൻ പ്രേരണ കാണിച്ചതും അതിൽ ന്യായങ്ങൾ പറഞ്ഞതും പിശാചായിരുന്നു. ആ പിശാച് ആദമിനെയും ഹവ്വയെയും, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ആ സ്വർഗത്തിൽ നിന്ന് എങ്ങനെയാണോ പുറത്താക്കിയത്, അതിനുവേണ്ടി പരിശ്രമിച്ചത്, അതുപോലെ പരിശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ പിശാചിന്റെ ഫിത്നയിലായി പോകരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തണം. പിശാചി കെട്ടഴിച്ച അവസ്ഥയിൽ നമ്മുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നാം അറിയാതെ നമ്മെ വഴിപിഴപ്പിക്കാൻ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നേരായ മാർഗത്തിലാണല്ലോ, ഇനി എങ്ങനെ തെറ്റാൻ പോകുന്നത് എന്നായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു ഈ ഉപമ തന്നെ എടുത്തു പറഞ്ഞത്. നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാണിച്ച തന്ത്രം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ തന്ത്രം മെനയാൻ പിശാചിന് കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു വീണ്ടും പറഞ്ഞത്, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അവർ നിങ്ങളെ കാണുന്നു, അവന്റെ കബീലയും നിങ്ങളെ കാണുന്നു. അങ്ങനെ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പിശാചുക്കൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പിശാചിന്റെ ശബ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. പിശാച് അല്ലാഹുവിന്റെ അടുത്ത് ശബ്ദം ചെയ്യാൻ, അല്ലാഹുവേ നിന്റെ അടിമകളെ ഞാൻ അവന്റെ പിന്നാലെ, അവന്റെ മുന്നിലൂടെ, അവന്റെ പിന്നിലൂടെ, അവന്റെ വലതുഭാഗത്തൂടെ, അവന്റെ ഇടതുഭാഗത്തുകൂടി അവനെ പിശാച് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് പിശാച് അല്ലാഹുവിന്റെ അടുത്ത് ശബ്ദം ചെയ്യണം. ആ പിശാച് പണിയെടുത്തുകൊണ്ടിരിക്കണം. ആ പിശാചിന്റെ വലയത്തിൽ നമ്മൾ വീഴരുത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ വീണു കഴിഞ്ഞാലോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആ ആയത്തിന്റെ ബാക്കിയായി കൊണ്ട് പറഞ്ഞത്, ഇന്നാ ജഅൽന ശയാതീന ഔലിയാ അല്ലദീന ലാ യുമിനൂൻ. വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പിശാച് ഔലിയാക്കന്മാരാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഔലിയ ആരാണ്? ഏതെങ്കിലും മമ്പറന്തങ്ങളോ അങ്ങനല്ല. നമ്മുടെ ഔലിയ എന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ വലിയായി നമ്മൾ സ്വീകരിച്ചാൽ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ വലിയു. അങ്ങനെ അള്ളാഹുവിനെ വലിയായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളുണ്ട്. അതല്ല പിശാചിന്റെ കാൽപാദങ്ങളെയാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ നമുക്കിങ്ങനെ ആവശ്യങ്ങൾ ഇട്ടു തരും, ആഗ്രഹങ്ങൾ തോന്നിപ്പിച്ചു തരും. പിശാച് നമ്മുടെ കൂടെ ഉണ്ടാകും.
ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒരു സിമ്പിളായ ഉദാഹരണമാണ്, പലർക്കും പറ്റിപ്പോകുന്ന ഉദാഹരണമാണ്. സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോൾ എണീറ്റു, 5 മിനിറ്റ് കിടക്കാമെന്ന് വിചാരിക്കും, ആ കിടക്കുന്നതായിരിക്കും ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തും. ആ പ്രവർത്തനം എടുത്തതാരാ? പിശാചാണ്. ആ 5 മിനിറ്റിന്റെ ഉറക്കം അവിടെ ആവശ്യമില്ലാത്ത പിശാചിനെ അനുസരിക്കലായിരുന്നു. അങ്ങനെ പിശാചിനെ വലിയായി സ്വീകരിച്ചാൽ, പിശാചിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഏറ്റെടുത്ത് അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ, അള്ളാഹു പറയണം അത് വിശ്വാസികളല്ലാത്ത ആളുകളാണ് അതങ്ങനെ സ്വീകരിക്കുന്നത് എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വിശ്വാസികളാണ്, നമ്മുടെ വലിയ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ കാര്യങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ അനുസരിച്ചു കഴിഞ്ഞാലോ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന്, റൂട്ടുമാരെ സഞ്ചരിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചത്തിലേക്ക്, നേർവഴിയിലേക്ക്, നേർപഥത്തിലേക്ക് നടത്തുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നു. പക്ഷെ പിശാചിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിലും നമ്മുടെ ഹവയെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും മതത്തെ തൽക്കാലം മാറ്റി നിർത്തി എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് മതത്തിനെ ഒരു സെക്കൻഡറി ആയി കണ്ട്, അല്ലെങ്കിൽ ഒരു ബൊഫേ സിസ്റ്റം പോലെ മതത്തിനെ കണ്ടിട്ട് തൻ്റെ ആവശ്യങ്ങൾ മാത്രം നിർവഹിക്കാൻ വേണ്ടി മതത്തെ എടുക്കുന്ന ചില ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന ആളുകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ ആയത്തിന്റെ ബാക്കിയായി കൊണ്ട് പറഞ്ഞത് വല്ലദീന കഫറൂ എന്നാണ്. നിഷേധിച്ചവർ, നന്ദികേട് കാണിച്ചവർ, അവരാണ് പിശാചുക്കളെ വലിയായി ഏറ്റെടുക്കുന്നത്. എന്നിട്ടോ ആ ആയത്തിന്റെ ബാക്കിയായി പറഞ്ഞു ഉലൈക വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്ത്. സത്യത്തിൽ നിന്ന്, നേർവഴിയിൽ നിന്ന്, നേർപ്പാന്താവിൽ നിന്ന് ഈ പിശാചുക്കൾ ദുലുമാത്തിലേക്ക്, ഇരുട്ടിലേക്ക്, തെമ്മാടിത്തരങ്ങളിലേക്ക്, മോശപ്പെട്ട കാര്യങ്ങളിലേക്ക്, ഫാഹിഷത്തുകളിലേക്ക് ഈ പിശാച് നമ്മളെ കൊണ്ടെത്തിക്കുന്ന. പിശാചിന്റെ ഔലിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല എന്നർത്ഥം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അവർ എന്നെന്നും നിത്യവാസികളായി കൊണ്ട് നരകത്തിലായി പോകുന്ന ദുരവസ്ഥയുണ്ടാകുമെന്ന് അള്ളാഹു സൂചിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ചില്ലറക്കാരിയല്ല, നമ്മുടെ പ്രത്യക്ഷമായ ശത്രു തന്നെയാണ്, നമ്മുടെ മുഖ്യ ശത്രു തന്നെയാണ് പിശാച് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിന്റെ ഒരു അധ്യാപനം നോക്കൂ. ഒരിക്കലും ശത്രുത പാടില്ല, പരസ്പരം സ്നേഹം ഉണ്ടാകണം, മിണ്ട പ്രാണികളോട് പോലും കരുണ കാണിക്കണം. അങ്ങനെ കരുണ കാണിച്ചാൽ കരുണാവാനിധിയായ റബ്ബ് നമ്മളോട് കരുണ കാണിക്കും എന്ന് പഠിപ്പിച്ച ഇസ്ലാമിൽ മുഖ്യ ശത്രുവായിക്കൊണ്ട് കാണണമെന്ന് പറഞ്ഞ ഒരേ ഒരു വിഭാഗം അത് പിശാചുക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹാദാ സിറാത്തുൽ മുസ്തഖീം. നേരായ പാന്താവിനെ, നേർവഴിയെ കാണിച്ചു തന്നിട്ട്, പഠിപ്പിച്ചു തന്നിട്ട് അള്ളാഹു പറയുന്നു ഇതാണ് ചൊവ്വായ മാർഗം. എന്നിട്ട് അള്ളാഹു പറയാണ് വലാ യസുദ്ദന്നകുമുശ് ശൈത്താൻ. നിങ്ങളെ പിശാച് ഈ മാർഗത്തിൽ നിന്ന് തടയിടരുത്, തടയിടുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നാണ്, നമ്മളായിട്ട് വീണു കൊടുക്കരുതെന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. വ്യക്തമായ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്, മുഖ്യമായ ശത്രുവാണ് ഈ പിശാച് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ്. പക്ഷേ നമ്മളിൽ പലരും ആ പിശാചിന് അടിമയാണ്. നമ്മളിൽ പലരും ആ പിശാചിന്റെ പ്രേരണയാൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മളിൽ പലരും ആ പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ പിശാചിനെ കരുതിയിരിക്കണമെന്നും പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെന്നും, ഓരത്തിരുന്ന് ഇസ്ലാമിനെ നോക്കിക്കാണാനല്ല, ഓരത്തിരുന്ന് ഇസ്ലാമിനെ ആചരിക്കാനല്ല, മറിച്ച് പൂർണ്ണമായി റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി റബ്ബിന്റെ ദീനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അള്ളാഹു വിളിക്കാൻ, വിശ്വാസികളെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം എടുക്കാനല്ല, പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കും. ചില ആളുകൾ പറയാറുണ്ട്, ഈ അടുത്തുപോലും ഒരു മുസ്ലിമായ വ്യക്തി എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ പങ്കുവച്ചത്, ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു എക്സസൈസാണ്, അത് അവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവൻ ചെയ്താൽ മതി, ആരോഗ്യമുള്ള ഒരാളൊന്നും അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് മുസ്ലിമായ വ്യക്തികൾ പോലും ഇസ്ലാമിൻ്റെ പല തൂണുകളെപ്പോലും, അടിസ്ഥാന സ്തംഭങ്ങളെപ്പോലും ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു പ്രേരണയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു വിളിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിലേക്കല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു വിളിക്കുന്നത് പരലോക മോക്ഷത്തിലേക്കാണ്.
അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ആയത്തിന്റെ ബാക്കി അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ആ ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് അള്ളാഹു വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസത്തെയും ആ ഒരു തീരുമാനത്തെയും ആ ഒരു നിലപാടിനെയും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചുക്കളുടെ കാൽപാദങ്ങളെ പിൻപറ്റരുത് എന്നാണ്. പിശാചുക്കൾ പറയുന്ന അല്ലെങ്കിൽ തിന്മകളുടെ വക്താക്കളുടെ പിറകെ പോയി അങ്ങനെ ഒരു പിശാചിന്റെ അടിമയായി ജീവിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദത്തെ അല്ല പിൻപറ്റേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന മാർഗത്തെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ആയത്ത് അവസാനിപ്പിക്കുക വീണ്ടും അള്ളാഹു പറയുന്നു, വ്യക്തമായ ശത്രുവാരാണ്. നമ്മോട് ഈ ഇലക്ഷൻ വരാണല്ലോ, ഈ ഇലക്ഷന് ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റ് അല്ല നമ്മുടെ ശത്രു. അല്ലെങ്കിൽ നമ്മോട് എന്തെങ്കിലും വിദ്വേഷമുള്ള ആളുകളോട്, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ആരോട് വിദ്വേഷമുണ്ടെങ്കിൽ അവനല്ല ശത്രു. അത് താൽക്കാലികമായ ചില പിണക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനെ പിടിച്ചെടുത്ത, നമ്മെ പറ്റിച്ച് വഞ്ചിച്ച് ജീവിച്ചവനല്ല നമ്മുടെ ശത്രു. അവനൊക്കെ അള്ളാഹു ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കാം, നമുക്കും പുറത്തു കൊടുക്കാനുള്ള മനസ്സ് കിട്ടിയേക്കാം. പക്ഷേ നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത, നമ്മെ കണ്ടുകൊണ്ട് നമ്മെ തിന്മയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പിശാചുക്കളാണ് നമ്മുടെ വ്യക്തമായ ശത്രു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് വീണ്ടും ഉണർത്താൻ റമളാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ അവസാനിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അവസാനിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിച്ചിട്ടില്ല. അവന്റെ നിയമങ്ങൾ ഇവിടെ ബാക്കിയാണ്, അവന്റെ ഇസ്ലാം ഇവിടെ ബാക്കിയാണ്. ആ ഇസ്ലാമിനെ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, റബ്ബിനെ മറക്കാതെ ജീവിക്കാൻ, ഓർത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. റമളാൻ കഴിഞ്ഞു, ഇനി നിസ്കാരം വേണ്ട, ഇനി ദിക്റ് വേണ്ട, ഖുർആൻ മടക്കി വെച്ച് നമ്മൾ ഷെൽഫിലേക്ക് കയറ്റി വെച്ചു, ഇതല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അള്ളാഹുവിനെ മറക്കാത്ത ഒരു ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. അങ്ങനെ മറന്നു കഴിഞ്ഞാലോ? മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഖുർആൻ പാരായണമില്ല, ദിക്റില്ല, സ്വതക്കയില്ല, ഖുർആൻ പാരായണമില്ല, നോമ്പില്ല, നിസ്കാരമില്ല, തോന്നുമ്പോൾ നിസ്കരിക്കുന്നു, ജുമാക്ക് മാത്രം വരുന്നു. ഇങ്ങനെയുള്ള ഒരു ഓർമ്മയാണ് റബ്ബിനെ കുറിച്ചെങ്കിൽ അള്ളാഹു പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹു പറഞ്ഞു ഫാസിഖീങ്ങളാണെന്ന്, തെമ്മാടികളെന്നാണ്. അള്ളാഹനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ അവർ ഫാസിഖീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അള്ളാഹനെ മറക്കരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹനെ മറന്നുകൊണ്ടുള്ള ജീവിതം അവന്റെ കോളേജ് ക്യാമ്പസുകളിൽ, അവന്റെ കച്ചവട മേഖലകളിൽ, അവന്റെ ഇടപാടുകളിൽ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം ഉണ്ടാകരുതെന്നാണ്. അവന്റെ സംസാരം പോലും, അവന്റെ ചിന്തകൾ പോലും റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള, ഇതെന്റെ റബ്ബിന് ഇഷ്ടമുള്ള ജീവിതമാണോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടതെന്നാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹ് നമ്മെ സഹായിക്കും. ഇല്ലെങ്കിലോ അവനെ തന്നെയാണ് മറന്നിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹനെ മറന്നവൻ എന്നല്ല, അല്ലെങ്കിൽ അള്ളാഹ് അവനെ മറന്നു എന്നല്ല, മറിച്ച് അവനെ തന്നെ മറന്നിരിക്കുന്നു. കാരണം എന്താ? ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെല്ലാവരും ചേർന്ന്, ലോകത്തുള്ള മുഴുവൻ ആളുകളും ചേർന്ന് റബ്ബിനെ പഴിചാരിയാൽ, റബ്ബിൽ നിന്ന് വിട്ടകന്നാൽ അള്ളാഹ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹുവിൻ്റെ പ്രതാപം ഒരിക്കലും കുറഞ്ഞു പോകില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അള്ളാഹുവിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും പ്രതാപം കൂടാനും പോകുന്നില്ല. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അത് നമുക്ക്, നമ്മുടെ സ്വന്തത്തിന് തന്നെയാണ് നമ്മൾ നന്ദി കാണിച്ചത്. നമ്മുടെ പരലോക വിജയത്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മുടെ പരലോക വിജയത്തിനാണ് നമ്മൾ നോമ്പെടുത്തത്, നമ്മുടെ പരലോക വിജയത്തിനാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്തത്, നമ്മുടെ പരലോക വിജയത്തിനാണ് നമ്മൾ സ്വതക്ക കൊടുത്തത്. അള്ളാഹ്ക്ക് സ്വതക്ക വേണ്ട സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ ഈ ബാത്റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഗുഫ്രാനക എന്ന പ്രാർത്ഥന പറയുന്നതിൻ്റെ പൊരുള് പറഞ്ഞിടത്ത് ഒരു വിഷയം പറഞ്ഞപ്പോൾ, ബാത്റൂമിൽ കയറിയിട്ട് തിന്മയല്ലല്ലോ ചെയ്തത്, എന്നിട്ടും അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ചിലതിൽ ഒന്ന് പറഞ്ഞത്, അത് അള്ളാഹുവിനെ സ്മരിക്കാനുള്ള, ബാത്റൂമിൽ അള്ളാഹിനെ സ്മരിക്കാൻ പറ്റില്ല, ആ ഒരു സമയം റബ്ബിനെ സ്മരിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ചില പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് സഹോദരന്മാരെ, റബ്ബിനെ സ്മരിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. റമദാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് ഇനി എൻ്റെ കോളേജും എൻ്റെ ക്യാമ്പസും എൻ്റെ സ്കൂളും എൻ്റെ കച്ചവടവും ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ മക്കളും എന്നതല്ല ഇനി വേണ്ടത്. അല്ല പറയാണ്, ഒന്നിൽ നിന്ന് അവസാനിച്ചാൽ അടുത്തതിലേക്ക് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. നമ്മുടെ ഇബാദത്തുകൾ അവസാനിച്ചിട്ടില്ല. നമ്മുടെ മരണം വരെ നമ്മുടെ റബ്ബിനെ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, റബ്ബിനെ മറക്കാത്ത ഒരു ജീവിതം ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകണം. പിശാചിനെ കരുതിയിരിക്കണം. പിശാചിന്റെ കാൽപാദങ്ങളെ നമ്മൾ പിൻപറ്റരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ നാവുകളിൽ മുഴുകിയ തക്ബീർ ധ്വനികൾ, 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നാം കേൾക്കുന്ന ആദ്യ വചനം, നിസ്കാരത്തിനു വേണ്ടി കൈകെട്ടുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന അല്ലാഹു അക്ബർ എന്ന വചനം, നമ്മൾ എത്ര കണ്ട് ആ വചനത്തിനോട് കൂറു പുലർത്തുന്നവരാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ പറയുന്നു അല്ലാഹു അക്ബർ. ഈദിന്റെ സുദിനത്തിൽ അധികമായി ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആ ദിക്റുകൾ നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിന് ശേഷം 33 തവണ ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്നു. രാത്രി കിടക്കുമ്പോൾ അല്ലാഹു അക്ബർ നമ്മൾ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ ആ ദിക്റുകൾ നമ്മൾ ഉരുവിടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റാണ് അല്ലാഹു അക്ബർ. ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഒരുപക്ഷെ ചൊല്ലിയതും ആ ദിക്റായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, അല്ലാഹു അക്ബർ എന്ന് അർത്ഥമറിഞ്ഞ് ഹൃദയത്തിൽ അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? എന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു വലിയവൻ, എന്നെക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളെക്കാൾ, എൻ്റെ കച്ചവടത്തേക്കാൾ, എൻ്റെ ജീവിതത്തേക്കാൾ, എൻ്റെ ഈ ദുനിയാവിലെ സംവിധാനങ്ങളെക്കാൾ, എൻ്റെ തീരുമാനങ്ങളെക്കാൾ എനിക്ക് വലുത് എൻ്റെ റബ്ബാൻ. ആ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. വെറും വാക്കല്ല, ഏതെങ്കിലും ഒരു ചെറിയ ദിക്റല്ല, മറിച്ച് ഇത്രയും വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ കച്ചവടത്തിൽ 10 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കോപം വാങ്ങാൻ നമ്മൾ തയ്യാറാണ്. ഒരു സ്റ്റാർ വിൽക്കാൻ പാടില്ല, സ്റ്റാർ വിൽക്കാൻ കടയിൽ പാടില്ല. പക്ഷെ ആ സ്റ്റാർ വിറ്റാൽ ഒരു 50 രൂപ ഏറെ കിട്ടും, പ്രത്യേകിച്ച് ക്രിസ്മസിന്. നമ്മൾ അള്ളാന്റെ കോപം വേണോ? 10 രൂപ കിട്ടിയിട്ട് അള്ളാന്റെ കോപം വേണോ? അതല്ല, അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിൽ എനിക്ക് ആ 10 രൂപ വേണ്ട, എൻ്റെ റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. കോളേജിലൊരു ഫംഗ്ഷൻ നടക്കാൻ, അതിൽ ഹറാമായ കാര്യങ്ങളുണ്ട്, അള്ളാഹു വെറുക്കുന്നതായ കാര്യങ്ങളുണ്ട്. ഞാൻ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നവനാണ്. എന്നിട്ട് ആ ഹറാമിൽ മുഴുകാൻ ആണോ നമ്മൾ തീരുമാനിക്കുന്നത്? അതല്ല, അല്ലാഹു അക്ബർ, ആ ഹറാമിനേക്കാൾ എൻ്റെ റബ്ബാണ് എനിക്ക് വലുത്, അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനങ്ങൾക്കപ്പുറം എനിക്കൊരു തീരുമാനമില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ഒരൊറ്റ ചരിത്രം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേവലം ഒരു ഉരുവിടലിനപ്പുറം അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ച ഒരു ജനപദത്തെ, പ്രവാചകന്റെ സ്വഹാബത്തിനെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു ചരിത്രം, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കക്കാരനായിരുന്നു. പിന്നെ റോമിലേക്ക് പോയി. റോമിൽ നിന്ന് തിരിച്ചു മക്കയിലേക്ക് വരുമ്പോൾ ദരിദ്രനായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വരുന്നത്. ആ മക്കയിൽ വന്ന് അദ്ദേഹം നല്ല ബിസിനസ് സാമർഥ്യമുള്ള വ്യക്തിയായിരുന്നു. മക്കയിൽ വന്ന്
അത്യാവശ്യം നല്ലത് കൊയ്തെടുത്തു, ബിസിനസ്സിലൂടെ നല്ല സമ്പാദ്യം ഉണ്ടാക്കി. എന്നിട്ട് ആ ബിസിനസ്സിലൂടെ നേടിയെടുത്ത സമ്പത്തുമായി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മദീനയിലേക്ക് പോകാൻ പോകുമ്പോൾ ഖുറൈശികൾ ഒരുമിച്ച് കൂടി, മക്കയിലെ മുശ്രിക്കുകൾ ഒരുമിച്ച് കൂടി സുഹൈബർ റൂമി റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറയാണ്, അത്തൈന സഅലൂകൻ ഹഖീറൻ, നീ റോമിൽ നിന്ന് വന്നപ്പോൾ ദരിദ്രനായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രനായി കൊണ്ട് മക്കയിലേക്ക് കടന്നു വന്നു. ഫകസുറ മാലുക് ഇൻദന, ഞങ്ങളിൽ നിന്നാണ് നീ ഇത്രയൊക്കെ സമ്പാദിച്ചത്. എന്നിട്ട് ഒബലഗത്തല്ലദീ ബലഗത്, നീ എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? അത് ഞങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സുമ്മ തുരീദു അൻ തഖ്റജ്, നീ എന്നിട്ട് ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ട്, ഞങ്ങളിൽ നിന്ന് നീ സമ്പാദിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോകാനാണോ? ബിമാലിക വനസിക്, നീ നിന്റെ ഈ സമ്പത്തും കൊണ്ട് പോകാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഒക്കെ മുശ്രിക്കുകൾ തടഞ്ഞു. സ്വന്തം സാമർഥ്യത്തിലൂടെ സമ്പാദ്യം ഉണ്ടാക്കിയ വ്യക്തിയെ തടഞ്ഞു വച്ചിട്ട് ഇസ്ലാമിലേക്ക് പോകാൻ പോയ വ്യക്തിയെ, അതായത് മദീനയിലേക്ക് ഹിജ്റ പോകാൻ പോയ വ്യക്തിയെ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ്, നീ ഇത് ഇവിടെ നിന്ന് സമ്പാദിച്ചതാണ്, നിനക്ക് ഈ പൈസയും കൊണ്ട് പോകാൻ കഴിയില്ല. നമ്മളാണെങ്കിലോ കുറച്ച് നമുക്ക് തരാം, കുറച്ച് ഞാൻ എടുത്താൽ കുറച്ച് നിങ്ങൾ എടുത്തോളി എന്ന് പറയായിരിക്കും. അല്ലെങ്കിൽ തൽക്കാലം ഒന്ന് ദീനൊക്കെ ഒന്ന് മാറ്റി വെച്ച് എൻ്റെ സമ്പത്തൊന്ന് കെട്ടിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തന്ത്രപരമായി പോകാം എന്ന് വിചാരിക്കാം. അവിടെ സുഹൈബർ റൂമി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്നെ നിങ്ങൾ ഇങ്ങനെ തടഞ്ഞു വെക്കാൻ ഈ സമ്പത്താണോ നിങ്ങൾക്ക് കാരണമായത്? നിങ്ങൾ എടുത്തോളൂ, ഞാൻ പോവാണ്, എൻ്റെ ദീനാണ് എനിക്ക് വലുത്, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ആ സമയത്ത് സമ്പത്ത് തടസ്സമായിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ച മുഴുവൻ സമ്പത്തിനെയും അവിടെ മക്കക്കാർക്ക് ഇട്ടെറിഞ്ഞിട്ട് മദീനയിലേക്ക് പോയ സ്വഹാബിയെയാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഈ ഒരു സംഗതി പ്രവാചകൻ അറിഞ്ഞു. റബീഹ സുഹൈബ്, എത്ര ലാഭകരമായ കച്ചവടമാണ് സുഹൈബ് നടത്തിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്വഹാബിയോട് സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇത് നമുക്ക് കഴിയണം. ഇത്രയും നമുക്ക് കഴിയുന്നില്ലെങ്കിലും നമുക്ക് ചില നിലപാടുകളിലെങ്കിലും ഊന്നി നിൽക്കാൻ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇസ്ലാമിനെ മാറ്റി നിർത്തി ഇസ്ലാമേതര തീരുമാനങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടേണ്ടവരല്ല. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചു കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 8ഓളം കാര്യങ്ങളെ എടുത്ത് എണ്ണി പറയാൻ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ, നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ റസൂലിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നിലപാടിനേക്കാൾ ജിഹാദിനേക്കാൾ നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ വാപ്പയാണോ, നിങ്ങളുടെ ഉമ്മയാണോ, നിങ്ങളുടെ മക്കളാണോ, നിങ്ങൾ തൃപ്തിയടയുന്ന നിങ്ങളുടെ പാർപ്പിടമാണോ, നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളാണോ? ഇങ്ങനെ തുടങ്ങി 6-8 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ റസൂലിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഇതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കരുതിയിരുന്നോളി എന്നാണ്. എന്നറിയോ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുന്നത് വരെ നിങ്ങൾ ഇത് ആസ്വദിക്കും. പക്ഷെ ആ കൽപ്പന വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ഇറുക്കും. നിങ്ങൾ സന്തോഷിച്ചാർമാദിച്ച് ചിരിച്ച് കളിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരൊറ്റ പിടിപിടിക്കും. ബഗ്തതൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്, ഒരൊറ്റ പിടിപിടിക്കുന്ന, ആ പിടിയിൽ നമ്മൾ അമർന്നു പോകുന്ന. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് എല്ലാത്തിനേക്കാളും റബ്ബാണ് വലുത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വലുത്, അള്ളാഹിൻ്റെ ദീനാണ് വലുത് എന്ന് പറയാനും അത് പറയുന്നുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതുപോലെ സുഹൈബർ റൂമി റളിയല്ലാഹു അൻഹു അവിടെ മക്കയിലെ മുശ്രിക്കുകൾക്ക് മുമ്പിൽ തൻ്റെ സമ്പത്ത് മുഴുവൻ ഇട്ടെറിഞ്ഞ് ദീനിനു വേണ്ടി മാറ്റിവെച്ചതുപോലെ നമുക്ക് റബ്ബിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ, സമ്പത്തിൻ്റെ വ്യവസ്ഥകൾ, അതുപോലെ നമ്മുടെ ക്യാമ്പസിലെ ജീവിതങ്ങൾ, നമ്മുടെ സ്കൂളിലെ ജീവിതങ്ങൾ, നമ്മുടെ വെക്കേഷനിൽ നമ്മുടെ കുട്ടികളുമായി കൊണ്ട് ഒരുമിച്ച് കൂടി കളിക്കുന്ന വേളകളിൽ അവിടെയെല്ലാം റബ്ബിന് തൃപ്തിയുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമ്മുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും നന്മകളിൽ മുന്നേറാൻ, മരണം വരെ റബ്ബിനെ അനുസരിച്ച് റബ്ബിന് തൃപ്തിയുള്ള ജീവിതം നയിക്കാൻ
റബ്ബിനെ പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, അവരുമായി സന്തോഷങ്ങൾ പങ്കിടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.